പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും എല്ലാ വിഷയങ്ങളും പഠിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നു. പ്രകാശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുള്ളതുകൊണ്ട് അല്പം കൂടി സ്പീഡിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കുറേ കൂടി സ്പീഡാക്കണം, അല്ലെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നോക്കുക, പഠിക്കുക, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പ്രകാശവർഷം ഏതളക്കുന്നതിനുള്ള യൂണിറ്റാണ്? എന്തളക്കുന്നതിന് അല്ലെങ്കിൽ ഏതളക്കുന്നതിനുള്ള യൂണിറ്റാണ് പ്രകാശവർഷം അല്ല ലൈറ്റ് ഇയർ. പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ. പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ ഏതളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദൂരം. ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. ഒരു പ്രകാശവർഷം എന്നാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. 2010 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി PSC ചോദിച്ച LDC പരീക്ഷയ്ക്ക് PSC ചോദിച്ച ചോദ്യമാണ്, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ. ഒരു പ്രകാശവർഷം അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. അടുത്ത ചോദ്യം, എത്ര പ്രകാശവർഷമാണ് ഒരു പെർ സെക്കൻഡ്? പെർ സെക്കൻഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പെർ സെക്കൻഡ്. എത്ര പ്രകാശവർഷമാണ് ഒരു പെർ സെക്കൻഡ്? ഒരു പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷം. 3.26 പ്രകാശവർഷം. 3.26 പ്രകാശവർഷം ആണ് ഒരു പെർ സെക്കൻഡ്. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്. പെർ സെക്കൻഡ് അല്ലാതെ മറ്റൊരു യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്ന് പറയും. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അടുത്ത ചോദ്യം, പ്രകാശവേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണങ്ങളുടെ പേര്. പ്രകാശവേഗതയേക്കാൾ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണങ്ങളെ പറയുന്ന പേരാണ് ടോക്കിയോണുകൾ. പ്രകാശവേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണങ്ങളെയാണ് ടോക്കിയോണുകൾ എന്ന് പറയുന്നത്. ഈ ടോക്കിയോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഒരു മലയാളിയായ കോട്ടയംകാരനായ ECG സുദർശനൻ. ടോക്കിയോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ECG സുദർശനൻ. ECG സുദർശനൻ, കോട്ടയംകാരനായ ECG സുദർശനാണ് ടോക്കിയോൺ കണ്ടെത്തിയത്. ഇത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ അഥവാ പ്രകാശവേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണങ്ങളാണ്. പക്ഷേ ഈ ടോക്കിയോണുകൾക്ക് സുദർശനൻ നൽകിയിരുന്ന പേരിങ്ങനെ അല്ല.
അദ്ദേഹം ടോക്കിയോണുകളെന്ന് പേര് കൊടുത്തില്ല. അദ്ദേഹം ടോക്കിയോണുകൾക്ക് കൊടുത്തിരുന്ന പേര് മെറ്റാ പാർട്ടിക്കിൾ എന്നായിരുന്നു. മെറ്റാ പാർട്ടിക്കിൾ മെറ്റാ പാർട്ടിക്കിൾ മെറ്റാ പാർട്ടിക്കിൾ മെറ്റാ പാർട്ടിക്കിൾ. അപ്പോൾ ECG സുദർശനൻ കണ്ടെത്തിയ ടോക്കിയോണുകൾക്ക്, പ്രകാശവേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണമായ ടോക്കിയോണുകൾക്ക് അദ്ദേഹം നൽകിയ പേര് മെറ്റാ പാർട്ടിക്കിൾ എന്നായിരുന്നു. മെറ്റാ പാർട്ടിക്കിൾ. അടുത്ത ചോദ്യം. വ്യത്യസ്ത മാധ്യമങ്ങളുടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യതിയാനത്തിൻ്റെ പേര്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാവുന്ന വ്യതിയാനത്തിൻ്റെ പേര്. വ്യത്യസ്ത മാധ്യമം. ഉദാഹരണം നോക്കുക. ഒരു സ്ഫടികക്കട്ടയുടെ പ്രതലത്തിൽ, ഒരു തലത്തിൽ ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് വിധേയമായി സഞ്ചരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യസ്ത മാധ്യമങ്ങളാണുള്ളത്. ഇതൊരു സ്ഫടികക്കട്ടയാണെന്ന് വിചാരിച്ചാൽ ഇതിന് ചുറ്റുമുള്ള ഭാഗത്ത് വായുവാണ്. വായു പ്രകാശസാന്ദ്രത കുറഞ്ഞ ഒരു മീഡിയവും ഗ്ലാസ് പ്രകാശസാന്ദ്രത കൂടിയ ഒരു മീഡിയവുമാണ്. അപ്പോൾ വായുവിൽ നിന്ന്, പ്രകാശസാന്ദ്രത കുറഞ്ഞ വായുവിൽ നിന്ന് ഒരു പ്രകാശം ഈ ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ, ഗ്ലാസ് കട്ടയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകും. വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോഴും ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴും പ്രകാശരശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മികൾക്കുണ്ടാവുന്ന വ്യതിയാനത്തെ പറയുന്ന പേരാണ് അപവർത്തനം. അപവർത്തനം. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷ് പറയും. റിഫ്രാക്ഷൻ. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപ്പോൾ ഉത്തരം അല്ല, ചോദ്യം. വ്യത്യസ്ത മാധ്യമങ്ങളുടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശ രശ്മികൾക്കുണ്ടാവുന്ന വ്യതിയാനത്തിൻ്റെ പേരാണ് അപവർത്തനം. ഇനി പ്രകാശരശ്മികളുടെ അപവർത്തന തോത്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ രശ്മികൾ സഞ്ചരിക്കുമ്പോഴുണ്ടാവുന്ന അപവർത്തനത്തിൻ്റെ തോത് ഏത് ഘടകത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ തരംഗ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും. തരംഗ ദൈർഘ്യം. അപ്പോൾ വർണ്ണപ്രകാശരശ്മികളുടെ അപവർത്തന തോത് ആശ്രയിച്ചിരിക്കുന്നത് അവയുടെ തരംഗ ദൈർഘ്യത്തെ അനുസരിച്ചായിരിക്കും. തരംഗ ദൈർഘ്യത്തെ. ഇത്ര ഞാൻ ഒന്നുകൂടെ പറയാം. പ്രകാശവർഷം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ദൂരം. എത്ര ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് ചോദിച്ചാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ. ഇനി എത്ര പ്രകാശവർഷമാണ് ഒരു പെർ സെക്കൻഡ് എന്ന് ചോദിച്ചാൽ 3 × 2 6 പ്രകാശവർഷം. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പ്രകാശത്തേക്കാൾ, സൂര്യപ്രകാശത്തേക്കാൾ അല്ലെങ്കിൽ മറ്റ് ഏത് പ്രകാശത്തേക്കാളും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണങ്ങളാണ് ടോക്കിയോണുകൾ. ടോക്കിയോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ECG സുദർശനൻ. ടോക്കിയോണുകൾക്ക് ECG സുദർശനൻ നൽകിയിരുന്ന പേര് മെറ്റാ പാർട്ടിക്കിൾ എന്നായിരുന്നു.
ഇനി അടുത്ത ചോദ്യം, വർണ്ണപ്രകാശ രശ്മികളുടെ അപവർത്തന തോത് ഏത് ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു ചോദിച്ചാൽ അതിൻ്റെ തരംഗ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും. അടുത്ത ചോദ്യം, പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകം. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകമാണെന്ന് ഓർമ്മ വേണം. ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകം, പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകം അലൂമിനിയമാണ്. അലൂമിനിയം. എന്നാൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം, പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. വജ്രം. അടുത്ത ചോദ്യം, ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഒലാസ് റോമർ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒലാസ് റോമർ. ആരാണ് ഒലാസ് റോമർ? നമ്മൾ പഠിച്ചു. ആദ്യമായി ശബ്ദം അളന്ന് തിട്ടപ്പെടുത്തിയ ശാസ്ത്രജ്ഞനായിരുന്നല്ലോ ഒലാസ് റോമർ. അദ്ദേഹം തന്നെയാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കും എന്നും കണ്ടെത്തിയത്. അപ്പോൾ ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായിരുന്നു ഒലാസ് റോമർ. ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം വ്യക്തമായി കേട്ടിരിക്കുക, പഠിക്കുക. ഇതിൽ കവിഞ്ഞൊരു ചോദ്യം PSCക്ക് ചോദിക്കാറില്ല, അത് ഉറപ്പായിട്ട് പറയുകയാണ്. കാര്യം ഇതിൽ കൊടുത്തിരിക്കുന്ന, ഇതാദ്യമായി കൊടുക്കുന്ന ചോദ്യങ്ങളല്ല, ഈ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ അധികവും PSC പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മടികൂടാതെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, ഉദാസീനത കളയുക, പഠിക്കാൻ കാര്യമായൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പ്രകാശം. അടുത്ത ചോദ്യം, ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. പ്രകാശം ശൂന്യതയിൽ കൂടിയും സഞ്ചരിക്കും. ശബ്ദം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കും. പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ശബ്ദം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ടോറിസെല്ലി. ഇദ്ദേഹത്തിൻ്റെ പേര് വെറും ടോറിസെല്ലി എന്നല്ല, ഇവാഞ്ചലിസ്റ്റോ ടോറിസെല്ലി എന്നാണ്. ഇവാഞ്ചലിസ്റ്റോ ടോറിസെല്ലി. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ വെറും ടോറിസെല്ലി എന്ന് മാത്രമായിരിക്കും. പക്ഷെ ശരിക്കുള്ള പേര് ഇവാഞ്ചലിസ്റ്റോ ടോറിസെല്ലി. പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കും എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ഇവാഞ്ചലിസ്റ്റോ ടോറിസെല്ലി. അടുത്ത ചോദ്യം, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. അതായത് നമ്മളൊരു പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പത്രം വായിക്കുകയാണ്. നമ്മുടെ കണ്ണും ആ പുസ്തകവും നമ്മൾ വായിക്കുന്ന ഉപകരണവും തമ്മിലുള്ള അകലം കൃത്യമായിരുന്നാൽ മാത്രമേ അക്ഷരങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കൂ. ഇതാണ് കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. ഈ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്ററാണ്. 25 സെൻറ്റിമീറ്റർ കൂടുതലായിരുന്നാലും 25 സെൻറ്റിമീറ്റർ കുറവായിരുന്നാലും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല. അപ്പോൾ കാഴ്ചയ്ക്കുള്ള ശരിക്കുള്ള ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. 26 സെൻറ്റിമീറ്റർ ആയാൽ കാഴ്ചയിൽ വ്യത്യാസം വരും, 24 ആയാലും കാഴ്ചയിൽ വ്യത്യാസം വരും. അടുത്ത ചോദ്യം, പ്രകാശത്തിൻ്റെ ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനം. അതിന് എന്ത് പേര് പറയും? പ്രകാശത്തിൻ്റെ ക്രമരഹിതവും ഭാഗികവുമായ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്.
നമ്മളിപ്പോൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മിനുസമായ ഒരു പ്രതലത്തിൽ ഒരു പ്രകാശരശ്മി പതിച്ചാൽ അത് എത്ര കോണിൽ പതിക്കുന്നുവോ അതേ കോണിൽ അത് പ്രതിപതിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിനെ പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നു. പ്രതിപതനം അല്ലെങ്കിൽ പതനം എന്ന് പറയും. പ്രകാശത്തിൻ്റെ ക്രമരഹിതവും എന്നാൽ ഭാഗികവുമായ പ്രതിഫലനം, ഇത് കൃത്യമായ പ്രതിപതനമാണ്. പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം, റിഫ്ലക്ഷൻ പ്രകാശത്തിൻ്റെ പ്രതിഫലനം. എന്നാൽ ഇത് മിനുസമായ പ്രതലത്തിലാണ്. വ്യക്തമാക്കുക, മിനുസമായ ഒരു പ്രതലത്തിൽ ഒരു പ്രകാശരശ്മി പതിച്ചാൽ അത് എത്ര ഡിഗ്രി കോണിൽ പതിക്കുന്നുവോ അതേ ഡിഗ്രി കോണിൽ തന്നെ അത് പ്രതിഫലിക്കും. ഇങ്ങനെ പ്രകാശത്തിന് മിനുസമായ പ്രതലത്തിൽ പതിച്ചാൽ പ്രതിപതിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പ്രതലം പരിവരുത്ത പ്രതലമാണെങ്കിൽ അതിൽ പതിക്കുന്ന ഓരോ രശ്മിയും വ്യത്യസ്ത ദിശകളിലായിരിക്കും പ്രതിഫലിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ക്രമരഹിതമായി പ്രതിഫലിക്കും. ക്രമരഹിതമായ പ്രതിഫലനമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ പരിവരുത്ത പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾക്ക് ഉണ്ടാവുന്ന വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ്. ആ സ്കാറ്ററിങ്ങിന് ഭാഗികമായ പ്രതിഫലനത്തിന് പറയുന്ന പേരാണ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം. അപ്പോൾ എന്താണ് വിസരണം? പരിവരുത്ത പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികളുടെ ക്രമരഹിതവും എന്നാൽ ഭാഗികവും, ക്രമരഹിതമായതും, ഇവിടെ ക്രമരഹിതമായ പ്രതിഫലനമാണ് നടക്കുന്നത്. ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെ വിസരണം എന്ന് പറയുന്നു. ഈ വിസരണം നടക്കുന്നത് കൊണ്ടാണ്, പ്രകാശത്തിന് വിസരണം നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിനകത്ത് മുറിക്കകത്ത് പ്രകാശം കിട്ടുന്നത്. മുറിക്കകത്ത് പ്രകാശം കിട്ടാൻ കാരണം പുറത്ത് വീഴുന്ന പ്രകാശരശ്മികൾക്ക് വിസരണം സംഭവിക്കും. വിസരണം സംഭവിച്ച് വാതിലിലൂടെയോ ജനലിലൂടെയോ പ്രകാശം അകത്ത് കടക്കുന്നു. അപ്പോൾ നമ്മുടെ മുറിക്കകത്ത് നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നില്ല, പക്ഷേ പുറത്ത് വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ സ്കാറ്ററിംഗ് മുഖേന, വിസരണം മുഖേന മുറിക്കകത്ത് പ്രകാശം കിട്ടുന്നു. ഇതിന് സഹായിക്കുന്നത് പ്രകാശത്തിൻ്റെ വിസരണമാണ്. അടുത്ത ചോദ്യം, വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. പഠിച്ചു വച്ചേക്കണം. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ
വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ശൂന്യതയിലെ വേഗത. വൈദ്യുത കാന്തിക തരംഗം എന്ന് പറഞ്ഞാൽ അർത്ഥം പേര് കേൾക്കുമ്പോൾ നമുക്ക് മറ്റൊന്ന് തോന്നും, പക്ഷേ അത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തിൽ വൈദ്യുത തരംഗങ്ങളും കാന്തിക തരംഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് വൈദ്യുത കാന്തിക തരംഗം എന്ന് ചോദിച്ചാൽ അത് സൂര്യപ്രകാശം തന്നെയാണ്. അപ്പോൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ശൂന്യതയിൽ കൂടിയുള്ള വേഗത എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ 3,00,000 km/s. അടുത്ത ചോദ്യം, തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം. തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് 2007 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ പേര് ഐസോഹെൽ എന്നാണ്. ഐസോഹെൽ. ഒന്നുകൂടെ പറയാം, ഇത്രയും നേരം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. പ്രകാശവർഷം എന്തളക്കുന്നതിനുള്ള യൂണിറ്റാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദൂരം. എത്ര ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് ചോദിച്ചാൽ 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ. എത്ര പ്രകാശവർഷമാണ് ഒരു പെർ സെക്കൻഡ് എന്ന് ചോദിച്ചാൽ 3.26 പ്രകാശ വർഷം. നക്ഷത്രങ്ങൾ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പ്രകാശവേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കണങ്ങളുടെ പേരാണ് ടോക്കിയോണുകൾ. ടോക്കിയോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ECG സുദർശനൻ. ടോക്കിയോണുകൾക്ക് ECG സുദർശനൻ നൽകിയിരുന്ന പേര് മെറ്റാ പാർട്ടിക്കിൾ. അത് വ്യത്യസ്ത മാധ്യമങ്ങളുടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ പേരാണ് അപവർത്തനം. വർണ്ണപ്രകാശ രശ്മികളുടെ അപവർത്തന തോത് ആശ്രയിച്ചിരിക്കുന്ന ഘടകം തരംഗദൈർഘ്യം. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ലോകം അലൂമിനിയം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഒലാസ് റോമർ. പ്രകാശ ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഇവാഞ്ചലിസ്റ്റോ ടോറിസെല്ലി. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. പ്രകാശത്തിൻ്റെ ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെയാണ് വിസരണം എന്ന് പറയുന്നത്. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ശൂന്യതയിലെ വേഗത 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ്. തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോഹെൽ. തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഐസോഹെൽ. അടുത്ത ചോദ്യം, ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുക, എമിറ്റ് ചെയ്യുക. ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ആ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം.
ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഉദാഹരണത്തിന് പൊട്ടാസ്യം, സീസിയം, സോഡിയം മുതലായ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ സൂര്യപ്രകാശം, അൾട്രാവയലറ്റ് രശ്മികൾ, എക്സ്റേ തുടങ്ങിയവ പതിച്ചാൽ സോഡിയം, പൊട്ടാസ്യം, സീസിയം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ സൂര്യപ്രകാശം, അൾട്രാവയലറ്റ് രശ്മികൾ, എക്സ്റേ എന്നിവ പതിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്നു, പുറന്തള്ളപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അഥവാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. ഇത് കണ്ടുപിടിച്ചത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അഥവാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ചില ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കും. ഇതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയത്. ലോഹം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തെ കടത്തിവെട്ടിക്കൊണ്ടുവന്ന മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സ്റ്റീഫൻ ഹോക്കിംഗ്. ഇദ്ദേഹത്തെ പറയുന്നത് മോഡേൺ ഐൻസ്റ്റീൻ എന്നാണ്. മോഡേൺ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ്. ഇനി ഒരു അവസരത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയും ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റിയും വിശദമായി പറയാം. തൽക്കാലം നമുക്ക് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അത് നമുക്ക് മാറ്റിവെക്കുകയാണ്. പിന്നീട് ഒരു സമയത്ത് നമുക്കത് വ്യക്തമായി പറയാം. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, അധ്യാപകൻ ഏറ്റവും നല്ല കലാകാരനായിരിക്കണം. നല്ലൊരു കലാകാരന് മാത്രമേ നല്ലൊരു അധ്യാപകനാകാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. ഇതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനവും ലഭിച്ചു. ഇതിന് സഹായിച്ചത് ക്വാണ്ടം സിദ്ധാന്തമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തമാണ്. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തമാണ് അദ്ദേഹത്തിന് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിക്കാൻ സഹായിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്നു, ഉത്സർജിക്കുന്നു എന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഈ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഈ നോബൽ സമ്മാനം ലഭിക്കാൻ ആവശ്യമായ സഹായം ലഭിച്ചത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തത്തിൽ നിന്ന് ആണ്. അപ്പോൾ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചത്.
റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? അടുത്ത ചോദ്യമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒരാളാണ്. കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് റൂദർഫോർഡ് ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണമൊക്കെ പറഞ്ഞേക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട്, നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അദ്ദേഹം 3 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തി. പ്രധാനപ്പെട്ട 3 തരം റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ആൽഫ, ബീറ്റ, ഗാമ. ഒന്ന് ആൽഫ, 2 ബീറ്റ, 3 ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്നീ 3 തരം വികിരണങ്ങൾ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണെന്ന് റൂദർഫോർഡ് കണ്ടെത്തി. ഇതിൽ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള വികിരണങ്ങളും ബീറ്റ നെഗറ്റീവ് ചാർജുള്ള വികിരണങ്ങളുമാണ്. എന്നാൽ ഗാമയ്ക്കാവട്ടെ വൈദ്യുത ചാർജില്ല, ഇത് ന്യൂട്രലാണ്, ഉദാസീന രശ്മിയാണ്. ആൽഫ പോസിറ്റീവ് ചാർജുള്ള രശ്മികളും ബീറ്റ നെഗറ്റീവ് ചാർജുള്ള രശ്മികളും ഗാമ ഉദാസീന രശ്മികളും ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം വൈദ്യുത ചാർജില്ലാത്ത രശ്മികളുമാണ്. അങ്ങനെ ഈ 3 റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തി. ഇവയെ തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് പഠിക്കാം. 1, പ്രകാശത്തെ അടിസ്ഥാനമാക്കി നമുക്ക് വസ്തുക്കളെ 3ആയി തിരിക്കാം. സുതാര്യം, അതാര്യം, അർദ്ധതാര്യം. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നത് സുതാര്യം. അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേര് ട്രാൻസ്പാരൻ്റ്. അടുത്തത് അതാര്യം. എന്ന് പറയാം ഒപ്പാക്ക്. ഇത് അതാര്യം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തി വിടാത്തത് ഒപ്പാക്ക്. അടുത്തത് അർദ്ധതാര്യം ഭാഗികമായി കടത്തിവിടുന്നത്. ഇത് നമുക്ക് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയാം. ട്രാൻസ്ലൂസൻ്റ്, ഒപ്പാക്ക്. പ്രകാശത്തെ അടിസ്ഥാനമാക്കി നമുക്കങ്ങനെ 3ആയി തിരിക്കാം. 1 സുതാര്യം അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ്, 2 അതാര്യം അല്ലെങ്കിൽ ഒപ്പാക്ക്, 3 അർദ്ധതാര്യം അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ്. പൂർണ്ണമായി കടത്തിവിടുന്നത് ട്രാൻസ്പാരൻ്റ് വസ്തുക്കൾ എന്ന് പറയുന്നത് 1 ജലം, പ്രകാശത്തെ കടത്തിവിടും. മറ്റൊന്ന് ഗ്ലാസ്, പ്രകാശത്തെ കടത്തിവിടും. അതാര്യം തടി, കല്ല്, കടലാസ് എന്നിവ ഒപ്പാക്കാണ്. അർദ്ധതാര്യം കട്ടി കുറഞ്ഞ തുണി, മസ്ലിൻ പോലെയുള്ള തുണി, എണ്ണ പുരണ്ട കടലാസ്, ഇവ ട്രാൻസ്ലൂസൻ്റ്. ഈ 3 വസ്തുക്കളിൽ പദാർത്ഥങ്ങളിൽ കൂടി, അതെന്ന് പറഞ്ഞാൽ അതാര്യ വസ്തുക്കളിൽ കൂടി തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണം, പദാർത്ഥങ്ങളിൽ കൂടി തുളച്ചു കയറാനുള്ള പെനിട്രേറ്റിംഗ് സ്വഭാവമുള്ള അതാര്യ വസ്തുക്കളിൽ കൂടി, ഒപ്പാക്ക് മീഡിയത്തിൽ കൂടി പെനിട്രേറ്റ് ചെയ്ത് കയറാൻ അഥവാ തുളച്ചു കയറാനുള്ള കഴിവ് കൂടിയ
റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. മറ്റ് രണ്ട് രശ്മികൾക്കും അതില്ല. ആൽഫയ്ക്കും ബീറ്റയ്ക്കും അതാര്യ വസ്തുക്കൾ കൂടി തുളച്ചു കയറാനുള്ള കഴിവ് ഇല്ല. ഈ ചോദ്യം 2011 എറണാകുളത്ത് LDCക്ക് വേണ്ടി PSC ചോദിച്ചതാണ്. അവിടെ ഓർമ്മയിരിക്കണം. പദാർത്ഥങ്ങളിൽ കൂടി തുളച്ചു കയറുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ വികിരണം. വികിരണം അഥവാ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ. 2011 LDCക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യം. മറ്റു ചോദ്യം, പ്രകാശവേഗതയ്ക്ക് തുല്യമായ റേഡിയോ ആക്റ്റീവ് വികിരണവും ഗാമ വികിരണമാണ്. സൂര്യപ്രകാശത്തിന് തുല്യം വേഗതയുള്ളത് ആണ് ഗാമാരശ്മികൾ. അപ്പോൾ സൂര്യപ്രകാശത്തിന് തുല്യമായ വേഗതയുള്ള റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണെന്ന് ചോദിച്ചാൽ, റേഡിയോ ആക്റ്റീവ് വികിരണം ഏതെന്ന് ചോദിച്ചാൽ അത് ഗാമാ വികിരണം. അതുകൊണ്ട് ഗാമാ വികിരണങ്ങളുടെ വേഗത എത്രയെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ വേഗത തന്നെയായിരിക്കും ഗാമാ വികിരണങ്ങളുടെയും വേഗത. 3 × 10⁻⁸ m/s. ഇതാണല്ലോ സൂര്യപ്രകാശത്തിൻ്റെ വേഗത. പ്രകാശവേഗതയ്ക്ക് തുല്യമായ വേഗതയാണ് ഗാമാരശ്മികൾക്കുള്ളത്. അതുകൊണ്ട് അവയുടെയും വേഗത 3 × 10⁻⁸ ആണ്. ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.